ഒരു പിശാചിന് മനുഷ്യനാകാൻ ആഗ്രഹമുണ്ടായിരുന്നു. അതിനായി 100 വർഷം ശവപ്പെട്ടിയിൽ കിടക്കണം. ആഗ്രഹം സഫലമാകാൻ ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഒരു സ്ത്രീ കോട്ടയിലേക്ക് കടന്നുവന്നു. ശവപ്പെട്ടി കണ്ടവർക്ക് ആകാംക്ഷയായി. അതിന്റെ ഉള്ളിൽ എന്താണെന്നറിയാൻ അവർ ആഗ്രഹിച്ചു. അവർ ശവപ്പെട്ടി തുറന്നപ്പോൾ അതിനകത്തൊരു മനുഷ്യൻ കിടക്കുന്നതാണ് കണ്ടത്. പെട്ടെന്ന് ആ മനുഷ്യൻ കണ്ണു തുറന്ന് ശവപ്പെട്ടിയിൽ നിന്നും പുറത്ത്. ആ സ്ത്രീ ഭയം കാരണം വിറച്ചു. ഒരു രാക്ഷസനെയാണ് താൻ ഉണർത്തിയതെന്ന് അവർക്ക് തോന്നി. എന്നാൽ അയാൾ പുറത്തിറങ്ങിയ ഉടനെ ആദ്യം ചെയ്തതൊരു കണ്ണാടി തിരയുകയായിരുന്നു. കണ്ണാടിയിൽ നോക്കിയപ്പോൾ അയാളുടെ നിഴൽ മങ്ങിയതായിരുന്നു. അപ്പോഴാണ് അയാൾക്ക് താൻ നേരത്തെ പുറത്തിറങ്ങിപ്പോയെന്ന് മനസ്സിലായത്. ദേഷ്യത്തിൽ അയാൾ തന്റെ കോമ്പല്ലുകൾ പുറത്തെടുത്തു. ആ സ്ത്രീയെ ശിക്ഷിക്കാൻ അയാൾ ആഗ്രഹിച്ചു. എന്നാൽ അതിനു മുൻപ് ആ സ്ത്രീ അയാളെ കടിച്ചു. പിശാച് നിലത്തു വീണു. ശ്വാസം നിലച്ചു. ആ സ്ത്രീ ആരെയോ കൊന്നു എന്ന് കരുതി അയാളെ വേഗം ആസ്പത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ അയാളെ രക്ഷിക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും പിശാചു മരിച്ചു. എന്നാൽ ഡോക്ടർമാർ അയാളുടെ ദേഹത്ത് വെളുത്ത തുണിയിട്ടയുടൻ അയാൾ പെട്ടെന്ന് കണ്ണു തുറന്നു. ഇത് കണ്ട് ഡോക്ടർമാർ ഭയന്നു. ഈ മനുഷ്യൻ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നു എന്ന് അവർക്ക് തോന്നി. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം അയാൾ ആ സ്ത്രീയോട് താനൊരു പിശാചാണെന്ന് പറഞ്ഞു. പക്ഷേ സ്ത്രീ അത് വിശ്വസിച്ചില്ല. എനിക്ക് തെളിവ് കാണിച്ചു തരൂ എന്നവർ പറഞ്ഞു. അതിനാൽ അയാൾ അവരെ പേടിപ്പിക്കാനായി തന്റെ പല്ലുകൾ കാണിക്കാൻ ശ്രമിച്ചു. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, അയാളുടെ പല്ലുകൾ അപ്രത്യക്ഷമായിരുന്നു. പറക്കാൻ ശ്രമിച്ചിട്ടും അയാൾക്കതിന് കഴിഞ്ഞില്ല. പിന്നീട് തന്റെ പിശാചിന്റെ കണ്ണുകൾ കാണിക്കാൻ അയാൾ ആഗ്രഹിച്ചു. എന്നാൽ ആ സ്ത്രീയുടെ കണ്ണുകളിൽ നോക്കിയപ്പോൾ സ്വന്തം കണ്ണുകൾ പോലും അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അയാൾ അടുത്തുപോയി വ്യക്തമായി നോക്കാൻ ശ്രമിച്ചു. എന്നാൽ താൻ അപമര്യാദയായി പെരുമാറുന്നു എന്ന് കരുതി ആ സ്ത്രീ അയാളെ പുറത്തേക്ക് തള്ളിവിട്ടു. പിന്നീട് ആ സ്ത്രീ ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ പോയി അവിടെ ഇരുന്ന് ഇൻസ്റ്റന്റ് നൂഡിൽസ് കഴിക്കാൻ തുടങ്ങി. പെട്ടെന്ന് മനുഷ്യൻ വീണ്ടും അവിടെ എത്തി. സ്ത്രീ ഭയന്നു. എന്നാൽ അയാളെ ദുർബലനും വിശക്കുന്നവനുമായി കണ്ടപ്പോൾ അവർക്കൊരു കപ്പ് നൂഡിൽസ് കൊടുത്തു. നൂഡിൽസ് കണ്ടപ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിൽ എന്തോ മാറ്റമുണ്ടായി. ആദ്യമായി രക്തമല്ലാതെ മറ്റെന്തോ കഴിക്കാൻ അയാൾക്ക് ആഗ്രഹം തോന്നി. പിന്നെ അയാൾ വേഗം നൂഡിൽസ് കഴിക്കാൻ തുടങ്ങി. രക്തത്തെക്കാൾ രുചികരമായ മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതാരുണ്ടാക്കിയതാണ് എന്ന് അയാൾ ചിന്തിച്ചു. കഴിക്കുമ്പോൾ അയാൾക്ക് ലഹരി പിടിച്ചതുപോലെ തോന്നി. അയാൾക്ക് ഭാന്തായെന്ന് കരുതി ആ സ്ത്രീ അയാളെ കടയിൽ ഉപേക്ഷിച്ചു പോയി. ആ മനുഷ്യൻ ഉണർന്നപ്പോൾ ആ സ്ത്രീ പോയിരുന്നു. എന്നാൽ പെട്ടെന്ന് അയാളുടെ കഴുത്തിൽ ഒരു വടികൊണ്ടടിച്ചതുപോലത്തെ പാട് പൊള്ളാൻ തുടങ്ങി. ആ സ്ത്രീ അപകടത്തിലാണെന്ന് അയാൾക്ക് മനസ്സിലായി. അതിനാൽ അയാൾ ഒരു കുപ്പി രക്തമെടുത്ത് കുടിച്ചു. അതോടെ അയാൾക്ക് തന്റെ എല്ലാ ശക്തിയും തിരിച്ചു കിട്ടി. പിന്നെ അയാൾ ഒരു ഉയരം കൂടിയ കെട്ടിടത്തിന്റെ മുകളിലേക്ക് പറന്നു. തന്റെ ശക്തിയുള്ള കേൾവിശക്തി ഉപയോഗിച്ച് ആ സ്ത്രീയുടെ ശബ്ദം കണ്ടെത്താൻ തുടങ്ങി. ഒരു ഗുണ്ട തെരുവിൽ വെച്ച് ആ സ്ത്രീയെ വളയുകയായിരുന്നു. ആ ഗുണ്ട വടികൊണ്ട് അവരെ അടിക്കാൻ തുടങ്ങുമ്പോഴേക്കും പിശാച് കൃത്യസമയത്ത് അവിടെ എത്തി. ഒറ്റച്ചവിട്ടിന് അയാൾ ആ ഗുണ്ടയെ ദൂരേക്ക് തെറിപ്പിച്ചു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് പൈപ്പ് ഞെരിച്ചു. എന്നിട്ടും ഗുണ്ട പിന്മാറിയില്ല. അയാൾ ഒരു കത്തി പുറത്തെടുത്ത് പിശാചിന്റെ മുഖത്ത് വെച്ച് വെട്ടി. എന്നാൽ അടുത്ത നിമിഷം തന്നെ അയാളുടെ മുഖം സാധാരണ നിലയിലായി. പിന്നെ പിശാച് അയാളെ വായുവിൽ ഉലർത്തി. ഇപ്പോൾ ആ സ്ത്രീക്ക് വിശ്വസിക്കാനായി അയാളൊരു പിശാച് തന്നെയാണെന്ന്.